ഹലോ നമസ്കാരം, ഞാൻ നിതീഷ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ മത്തിക്കറിയാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. 5-8 പീസ് മത്തി എടുത്തിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുള്ളിയാണ് എടുത്തുള്ളത്. ചെറുള്ളി ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഇഞ്ചി ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് ഒരു മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചതച്ച് വെച്ച ഐറ്റംസ് ഇടാം. അതിൻ്റെ കൂടെ കറിവേപ്പില, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉപ്പും നന്നായി ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് കുടംപുളിയിട്ട വെള്ളമാണ് ഒഴിക്കുന്നത്. തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ചേർക്കാം. നന്നായി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഗ്രേവി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നന്നായി വറ്റിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി മുകളിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട്. കുടംപൊടിയൊക്കെ ഇട്ടിട്ട് ചെറിയ മത്തി കുടംപൊടി ഇട്ട് നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. പാലക്കാടൻ മട്ട കൊണ്ടുള്ള ചോറ്, നല്ല കുടംപൊടി ഇട്ട് വെച്ച മത്തിക്കറി, പിന്നെ പപ്പടം, മത്തി ഫ്രൈ ചെയ്തത്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ എത്തുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ബൈ.